നിലമ്പൂർ എലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടും വന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ സുഡുവിൽ ഏറ്റവും വലിയ സുഡു ഷൗക്കത്ത് അലി, ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ, സിനിമാ നിർമ്മാതാവ്, കഥയെഴുത്തുകാരൻ, സിനിമാക്കാരൻ ഷൗക്കത്ത് അലി ജയിക്കും എന്നെല്ലാവർക്കും അറിയായിരുന്നു. കാരണം 65% ഇസ്ലാമിക വോട്ടുകളുള്ള നിലമ്പൂർ സുഡുക്കളിൽ സുഡു തന്നെ ജയിക്കുകയുള്ളൂ. അവിടെ പിന്നെ അൻവർ ഉണ്ടായിരുന്നു, ഒരു 10,000 എത്ര വോട്ട് പിടിച്ചിട്ട്. അതിൻ്റെ പിന്നിലായിട്ട് വോട്ട് പിടിച്ചിരിക്കുന്നത് നമുക്ക് അത്ഭുതകരമായിട്ട് പറയുന്നത് SDPI വോട്ട് മറച്ചിട്ടുണ്ട്. കാരണം അവർ 10,000-3,000 വോട്ടേ അവർ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അതിലും കൂടുതൽ വോട്ട് അവിടെ ഉണ്ടെങ്കിലും അത് മറച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. ഞാൻ ചോദിക്കുന്നത്, കാഫിർ ആയ സ്വരാജിന് അവിടെ എന്ത് കാര്യം? പൂച്ചയ്ക്ക് എന്ത് പൊന്നൊരുക്കുന്നിടത്തുനിന്ന് കാര്യം എന്നോ എന്നൊക്കെ ചോദിക്കുന്ന മാതിരി കാഫിറായ സ്വരാജിന് അവിടെ എന്താ കാര്യം? ഈ പറഞ്ഞ സുഡുക്കളെ, ഇസ്ലാമിസ്റ്റുകളെ തിരുമ്പി പതപ്പിച്ച് സുഖിപ്പിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായി എൻ്റെ സ്വരാജ്? ശബരിമലയിൽ ഹിന്ദുക്കൾക്കിട്ട് താങ്ങി, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കിട്ട് എവിടെ ഇട്ട് അടിച്ച് താങ്ങി കയറ്റാൻ പറ്റണോ കയറ്റിയിട്ട് ഈ 25% തൃപ്പൂണിത്തുറ ബാബുവിൻ്റെ കൂടെ തോറ്റു. എന്നിട്ട് സുഖിപ്പിച്ച് കൊണ്ടുവന്നത് 65% ഇസ്ലാമിസ്റ്റുകളുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ വന്നൊരു കാഫിറിന് ജയിക്കുമെന്ന് സ്വരാജ് സ്വപ്നം കണ്ടിരുന്നോ? ഇനിയെങ്കിലും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ചതിക്കാതിരിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? താങ്കളുടെ ജന്മനാടോ സ്വന്തം നാടാണ് നിലമ്പൂർ. അവിടെ മതമാണോ രാഷ്ട്രീയമാണോ വിഷയം? കമ്മ്യൂണിസ്റ്റുകളാവുന്നത്ര സുഡാപ്പികളെ തീവ്രവാദത്തിനെയും മാറാടോ എല്ലാത്തിനെയും വാര്യംകുന്നോ ടിപ്പു സുൽത്താനിയെ തൊട്ടോ ഒക്കെ അങ്ങോട്ട് പൂജിച്ചു കൊടുത്തു. എന്ത് പറ്റി സ്വരാജ്? കേരളത്തെ 75% ജനങ്ങളായി ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ആവുന്നത്ര താങ്ങി. താങ്കളുടെ ഗുരു അദ്ദേഹം പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഈ ഇലക്ഷൻ വരുമ്പോൾ പറയുന്നത് പോട്ടെ, കിട്ടുമെന്ന് വിചാരിച്ച് ഇസ്രായേലിനെ തെമ്മാടി രാജ്യം എന്ന് പോലും വിളിച്ച് നോക്കി. എന്നിട്ടും സുഡുക്കളിട്ട് താങ്ങി കാഫിറിനെ ഇടിച്ച് താങ്ങി പിഴിഞ്ഞ് തന്നോ സ്വരാജ്? കയ്യിൽ തന്നോ സ്വരാജ്? ചിന്തിക്കണം സ്വരാജ്, ചിന്തിക്കണം. മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് പിന്നെയും ഇടതുപക്ഷത്തുനിന്ന് പറഞ്ഞല്ലോ, ഗോവിന്ദ മാഷ് പറഞ്ഞു, മോഹന മാസ്റ്റർ പറഞ്ഞു, പി ജയരാജൻ പറഞ്ഞു, പിണറായിയും പറഞ്ഞു. അവർ രാഷ്ട്രീയം മാറ്റിയിരുന്നു ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ഈ ഇലക്ഷൻ വന്നപ്പോൾ 65% പോകുന്ന നിലമ്പൂർ താങ്കൾക്ക് അവിടെ ഒരു സുഡാപ്പീനെ വിട്ടുകൊടുക്കായിരുന്നു. ഒരു സുഡാപ്പീനെ വെച്ച് ഇതിലും ഭേദമായിരുന്നു. അൻവർ പോയതിൻ്റെ പേരിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ഷൗക്കത്ത് അവിടെ ലീഗും കോൺഗ്രസും കൂടിയുടെ ഒരു ചെറിയ മതേതരത്വവും മൂഞ്ചിക്കൽ നടത്താൻ നോക്കി. VS ജോയ് എന്ന് പറഞ്ഞ ഒരുത്തന്നെ കൊണ്ടുവന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ VS ജോയിനെ മലപ്പുറത്ത് കൊണ്ടിരുത്തിയിരുന്നത് മുസ്ലിം ലീഗിന് കോട്ടം പറ്റാണ്ടിരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ സതീശനും സുധാകരനും ഒക്കെ പാടെ കൂടി ഇടിച്ചു കയറ്റി കൊടുത്തേക്കുന്നതാണ് ഈ VS ജോയിനെ. മതേതരത്തെ എവിടെയാണ്? അവിടെ ഷിയാസിനെ കൊണ്ടിരുത്തിയേക്കാം. എവിടെ? ക്രിസ്ത്യൻ കോട്ടയായ കൊച്ചിയിൽ കൊണ്ടുവന്ന് ഷിയാസിനെ DCC പ്രസിഡന്റ് ആക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഒരു ജോയിനെ കൊണ്ടിരുത്തിയേക്കണേ. എന്നിട്ട് അവന് സീറ്റ് കൊടുക്കുന്നു പറഞ്ഞ് പറ്റിച്ച് മൂഞ്ചിച്ചില്ലടോ നിങ്ങൾ. നാണാവില്ലേ കോൺഗ്രസ്? ഹമാസിന്റെ സഞ്ചിയും പിടിച്ചിട്ട് നടക്കുന്ന പ്രിയങ്ക ഗാന്ധി, നിങ്ങൾ ഈ പറയുന്ന മണ്ഡലങ്ങൾ ഇപ്പൊ കോൺഗ്രസ് ജയിച്ചു എന്ന് പറയുന്നത് രാഷ്ട്രീയ വികാരമല്ല, വെറും മതപരമായ വർഗീയ വികാരം മാത്രമാണ് കോൺഗ്രസ്. ഹമാസിന്റെ സഞ്ചിയും പിടിച്ച് നടക്കുന്ന ആ ചെക്കനും മൊണ്ണ രാഹുൽ ഗാന്ധിയും മന്ദബുദ്ധി പ്രിയങ്കയും വെറും സ്വന്തം കാര്യം, കുടുംബം മാത്രം മതി. അടുത്ത ഇലക്ഷന് മുമ്പ് തരൂര് പോവും, ശശി തരൂർ പോവും, അദ്ദേഹം പോവും. ഈ തരത്തില് ഇടതും വലതും കൂടി ഹിന്ദുവിനും ക്രിസ്ത്യാനിനും മൂഞ്ചിച്ച് ഇല്ലാണ്ടാക്കി വിളിച്ചു പറയും. ഇത്തരത്തിലുള്ള പ്രവണതകളൊന്നും ഇനി കേരളത്തിൽ 2026 നിങ്ങൾ കരുതിയിരുന്നോ? ഇടതൊക്കെ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് പോവും. കോൺഗ്രസ് കരുതിയിരുന്നോ? കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള കളികൾ, പ്രവണതകൾ എല്ലാം ഇല്ലാണ്ടാക്കുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ.